മാഗ്നമെൻ്റർ മലയാളത്തിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ മാത്സ് മന്ത്രയുടെ ഓൾജിബ്രയുടെ ക്ലാസ്സാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിനകത്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് എങ്ങനെ ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് ഓൾജിബ്രയുടെ ക്വസ്റ്റ്യൻസ് ചെയ്യാനുള്ള ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. എക്സ് പ്ലസ് 1/xൻ്റെ വാല്യൂ വന്നിട്ടുണ്ട് 2√2. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് x⁻6 + 1/x⁻6? അപ്പോൾ ഇതിൽ നിന്നും ആദ്യം എന്ത് കണ്ടുപിടിക്കണം? x² + 1/x² കണ്ടുപിടിക്കണം. എന്ന് പറഞ്ഞാൽ x + 1/x ഞാൻ ആദ്യം ഇത് പറഞ്ഞുതരാം. മാത്സ് മന്ത്രയാണ്, പേന എടുക്കാതെ നമ്മളിങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യാമെന്നാണ് നോക്കുന്നത്. അപ്പോൾ x² + 1/x² എന്ത് വരും? k² - 2. ഇതിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4, 8, 8 - 2 6 എന്ന് വരും. അതിൻ്റെ ക്യൂബ് എടുക്കണം. x² + 1/x² 6 ആണെങ്കിൽ x⁻6 + 1/6 എന്ന് പറഞ്ഞാൽ അതിൻ്റെ ക്യൂബാണ്. അതായത് 6ൻ്റെ ക്യൂബ് -3k, അതായത് 216 - 18 198. ഓപ്ഷൻ എ ആൻസർ കിട്ടും. അപ്പോൾ ഇത് മനസ്സിലാവാത്തവർക്ക് വേണ്ടി ഓൾജിബ്രയുടെ ക്ലാസ് അർജുന ബാച്ചിൽ ചെയ്തിട്ടുണ്ട്. അത് കണ്ടു കഴിഞ്ഞാൽ ഇതെങ്ങനെ ചെയ്തെന്ന് കിട്ടും. മാത്സ് മന്ത്ര എന്ന് പറഞ്ഞാൽ നമ്മൾ പേന എടുക്കാതെ എങ്ങനെ ഏറ്റവും സ്പീഡിൽ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റും എന്നാണ് കാണിക്കുന്നത്. എയുടെയും ബിയുടെയും സിയുടെയും വാല്യൂ വന്നിട്ടുണ്ട്. a² + b² + c² - ab - bc - c ആണ് വേണ്ടത്. അപ്പോൾ ഇതിന് ഫോർമുല നമ്മൾ പഠിച്ചിട്ടുണ്ട്. ½ × a - b² + b - c² + c - a² അപ്പോൾ ½ × a - b² 1ൻ്റെ സ്ക്വയർ, b - c² 1ൻ്റെ സ്ക്വയർ, c - a² 2ൻ്റെ സ്ക്വയർ, അതായത് 2ഉം 4ഉം 6, 6/2 3 ആൻസർ കിട്ടും. പേന എടുക്കാതെ ക്വസ്റ്റ്യൻസ് ചെയ്യാം. a - bയുടെ വാല്യൂ, a³ - b³ വാല്യൂ, വാട്ട് വിൽ ദ വാല്യൂ ഓഫ് ab? അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കിട്ടും? a³ - b³ എന്ന് പറഞ്ഞാൽ a - b × a - b² ഈ പറയുന്നത് എഴുതണം. a - b² + 3ab ആണ്. അപ്പോൾ 80 = 2 × 80/2 40 വന്നു. 40 = a - b² 4 + 3ab. 40 = 4 + 3ab. അപ്പോൾ 4 പുറത്ത് വരുമ്പോൾ 36 = 3ab. ab-യുടെ വാല്യൂ 12 എന്ന് കിട്ടും. ഒരു പേനയുടെ ആവശ്യമില്ല. x + y + z 0. ദെൻ വാട്ട് ഇസ് വാല്യൂ ഓഫ് ഇതിൻ്റെ വാല്യൂ ആണ് വേണ്ടത്. ഞാൻ LCM എടുക്കുകയാണ്. മേളിലും താഴെയും ഇവിടെ XYZ LCM എടുക്കുകയാണ്. ഇവിടെ XYZ ആക്കാൻ വേണ്ടി മേളിൽ x കൊണ്ട് ഗുണിക്കണം. ഇവിടെ XYZ ആക്കാൻ വേണ്ടി ഇവിടെ y കൊണ്ട് ഗുണിക്കണം. ഇവിടെ XYZ ആക്കാൻ വേണ്ടി ഇവിടെ z കൊണ്ട് ഗുണിക്കണം. അപ്പോൾ എന്ത് വരും? x³ + y³ + z³ / XYZ എന്ന് വരും. x + y + z 0 ആണെങ്കിൽ x³ + y³ + z³ എന്തായിരിക്കും? 3 × XYZ ആയിരിക്കും. അപ്പോൾ 3xyz/xyz. ആ XYZ വെട്ടിപ്പോയി എത്ര നിന്ന് കിട്ടും? 3 എന്ന് കിട്ടും. അപ്പോൾ ഇതൊക്കെ മൈൻഡിൽ നടക്കുന്ന പ്രോസസ്സാണ്. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇതെല്ലാം പ്രീവിയസ് വന്നിട്ടുള്ളതാണ്. a + b + c വന്നിട്ടുണ്ട്. a² + b² + c² വന്നിട്ടുണ്ട്. ab + bc + c വന്നിട്ടുണ്ട്. വാട്ട് ഈസ് വാല്യൂ ഓഫ് a³ + b³ + c³ - 3abc എന്ന് പറഞ്ഞാൽ എന്താണ് ഫോർമുല? a + b + c 6 × a + b + c² 36 - 3 × ab + bc + ca. ഇതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ 3 × ab + bc + ca 11 ആണ്. 36 - 11 3, 3 × 6 18 എന്ന് ആൻസർ കിട്ടും. ഓപ്ഷൻ സി. നിങ്ങളെ പഠിപ്പിച്ച മെത്തേഡ്സ് ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് പഠിച്ചിട്ടുള്ള മെത്തേഡ്സ് ഉണ്ടെങ്കിൽ അന്ന് ചെയ്ത് നോക്കാം, എഴുതി നോക്കാം. അന്നേരം കിട്ടുന്ന ആൻസർ ഇത് തന്നെയാണെന്ന് നോക്കാം. പെൻ ഫ്രീ ആയിട്ടാണ് നമ്മൾ ഇത്രയും ക്വസ്റ്റ്യൻ ചെയ്തത്. k + 1/k 3 ആണെങ്കിൽ വാട്ട് ഇസ് വാല്യൂ ഓഫ് k³ + 1/k³? ഇത് k + 1/kയുടെ വാല്യൂ ഉണ്ടെങ്കിൽ k³ + 1/k³ എന്താണ്? ഇതിൻ്റെ ക്യൂബ് -3k. 3³ - 3k എന്ന് പറയുമ്പോൾ 27 - 9 18 ആൻസർ കിട്ടും. അടുത്ത സിംപ്ലിഫൈ. ഇതിൻ്റെ സിംപ്ലിഫൈഡ് വാല്യൂ ആണ്. അപ്പോൾ ഓപ്ഷൻ ഡിഫറൻ്റ് ആണ്. എക്സിനെ മാത്രം നോക്കൂ. എക്സ് ഇവിടെ 3x വരും. x + 3x 4x - x, അതായത് 3x വരും. നമ്മുടെ ആൻസറിനകത്ത് 3x ആണുള്ളത്. അല്ലെങ്കിൽ എക്സിൻ്റെ കോഫിഷ്യൻ്റ് 3 ആണ് നമ്മുടെ ആൻസർ വേണ്ടത്. അങ്ങനെയുള്ള ഓപ്ഷൻ ചെയ്തുകൊണ്ട് ഓപ്ഷൻ 4 ഉള്ളൂ. പേന എടുക്കാതെ ചെയ്തു. ഇതിൻ്റെ വാല്യൂ വന്നിട്ടുണ്ട്. വാട്ട് ഈസ് വാല്യൂ ഓഫ് ഇത്? അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ 4a² സ്ക്വയർ 5/aയുടെ സ്ക്വയർ. അപ്പോൾ ഇവിടുന്ന് 4a + 5/aയുടെ വാല്യൂ എന്ത് കിട്ടും? 5 അപ്പുറത്ത് പോകുമ്പോൾ 9 എന്ന് കിട്ടും. അപ്പോൾ 4a² സ്ക്വയർ + 5/aയുടെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? 9ൻ്റെ സ്ക്വയർ 81 - 2 × ab ആണ്. 2 × ഈ കോഫിഷ്യൻ്റോട് മൾട്ടിപ്ലൈ ആണ്. 2 × 4 × 5 അതായത് 40, അതായത് 81 - 40 41. ഓപ്ഷൻ 3 നമുക്ക് ആൻസർ കൊടുക്കാം. x + 1/x 4 ആണെങ്കിൽ x² + 1/2 k² - 2 ആണ്. 16 - 2 14 ആൻസർ കിട്ടും. സിംപ്ലിഫൈ ദ ഫോളോയിങ് എക്സ്പ്രഷൻ. ഇതിൻ്റെ സിംപ്ലിഫൈഡ് വാല്യൂ ആണ് വേണ്ടത്. അപ്പോൾ ഓപ്ഷൻ നോക്കുക. ഓപ്ഷൻ അത് എക്സിന് 0 കൊടുത്തു കഴിഞ്ഞാൽ എല്ലാം ഡിഫറൻ്റ് ആണ് കിട്ടുന്നത്. അപ്പോൾ എക്സിന് 0 കൊടുക്കുക. 0 കൊടുക്കുമ്പോൾ എന്ത് കിട്ടും? ഇവിടെ 1ൻ്റെ സ്ക്വയർ 1 - 0 കൊടുക്കുമ്പോൾ -3 × ബോർഡ് മാസ് അനുസരിച്ച് മൾട്ടിപ്ലിക്കേഷൻ ആണ് ആദ്യം ചെയ്യേണ്ടത്. ഇവിടെ × -1, അതായത് -3 × -1, അതായത് -3 1 - -3, അതായത് 1 + 3 4 എന്ന് കിട്ടും. ഇപ്പോൾ എക്സിന് 0 കൊടുത്താൽ 4 കിട്ടുന്ന ഓപ്ഷൻ ചെയ്തുകൊണ്ട് ഓപ്ഷൻ 2 മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് നമ്മൾ 10 ക്വസ്റ്റ്യൻസ് ഓൾജിബ്രയുടെ 10 ക്വസ്റ്റ്യൻസ് ചെയ്തു. ഓൾജിബ്ര പേന എടുക്കാതെ ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിച്ചിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കിക്കൊള്ളുക. അത് ചെയ്യാൻ പറ്റും. അതിന് കറക്റ്റായിട്ട് കാര്യങ്ങൾ പഠിച്ചാൽ മാത്രം മതി. ഇതിലെ അർജുന ബാച്ചിൻ്റെ ക്ലാസ്സിൽ കാണുക. അന്നേരം കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവും. മാക്സിമം മന്ത്ര എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കും. പേന എടുക്കാതെ മാക്സിമം സ്പീഡിൽ ക്വസ്റ്റ്യൻസ് എങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് പഠിച്ച് സെറ്റായാൽ ഇങ്ങനെയൊക്കെ ആയിരിക്കണം ക്വസ്റ്റ്യൻസ് എക്സാമിന് ചെയ്യേണ്ടത്. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെക്കായി സ്പീഡ് ചെയ്യുന്ന ആരും കാണത്തില്ല. അപ്പോൾ ആ ലെവലിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം കേട്ടോ.
ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. CGL വേണ്ടിയുള്ള ക്ലാസ്സുകൾ ഉടനെ തന്നെ ആരംഭിക്കുന്നതായിരിക്കും. വിത്തിൻ 1 day സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. നമ്മുടെ ക്രാഷ് കോഴ്സ് CGL വേണ്ടി ക്രാഷ് കോഴ്സ് തുടങ്ങുന്നുണ്ട്. ബാക്കി ക്ലാസ്സുകളും കണ്ടിന്യൂ ചെയ്യുന്നതാണ്. നിങ്ങളെല്ലാ ക്ലാസ്സുകളും നന്നായിട്ട് കണ്ട് ഷെയർ ചെയ്ത് പഠിക്കുക. ഓക്കെ, അപ്പം എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മാക്സിമം പേർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്